ദേവസുത സന്തതികളെ, വിശുദ്ധരെ, ദേവപുരവാസികളോടെന്നു ചേർന്നിടും. ശോഭനപുരമതിൽ രാജനോടുകൂടെ നാം, ശോഭനപുരമതിൽ രാജനോടുകൂടെ നാം മോദാൽ വസിപ്പാൻ പോകാം നമുക്ക്, മോദാൽ വസിപ്പാൻ പോകാം നമുക്ക്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 4-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ളതായ വചനങ്ങൾ. നീ പലരെയും ഉപദേശിച്ചു, തളർന്ന കൈകളെ ശക്തീകരിച്ചിരിക്കുന്നു. വീഴുന്നവനെ നിന്റെ വാക്ക് താങ്ങി, കുഴയുന്ന മുഴങ്കാൽ നീ ഉറപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ നിനക്കത് ഭവിച്ചിട്ട് നീ വിഷാദിക്കുന്നു, നിനക്ക് തട്ടിയിട്ട് നീ ഭ്രമിച്ചു പോകുന്നു എന്നുള്ള വചനമാണ്. ഭക്തനായ ഇയ്യോബിൻ്റെ ജീവിതത്തിനകത്ത് അകാരണമായി കടന്നുകൂടിയ ഭയവും ആ ഭയം നിമിത്തം തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നതായ നഷ്ടങ്ങളുടെയും വേദനകളുടെയും ദുഃഖങ്ങളുടെയും ഒക്കെ മുൻപിൽ നിന്നുകൊണ്ട് ഇയ്യോബ് തന്നെ പറയുകയാണ്, എൻ്റെ ഭയമാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം സങ്കടകരമായൊരവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുപോയത് എന്നോർമ്മപ്പെടുത്തുമ്പോൾ എലീഫസ് തന്നോട് ചോദിക്കുന്നതായ ചോദ്യങ്ങളാണ് 3 മുതലുള്ളതായ വാക്യങ്ങൾ. നീ അനേക ആളുകളെ ഉപദേശിച്ചവനല്ലേ? നീ അനേക പ്രിയപ്പെട്ടവരുടെ തളർന്നിരിക്കുന്ന കരങ്ങളെ ശക്തീകരിച്ചവനല്ലേ? എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് ഇനി എന്ത് എന്ന് ചോദിച്ചുകൊണ്ട്, ഇനി എങ്ങനെ എന്ന് ചോദിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ഓരോ ദിനരാത്രങ്ങളും മുൻപോട്ട് കഴിക്കുന്നതായ വ്യക്തികളുടെ അരികത്തേക്ക് ഇയ്യോബ് കടന്നു ചെന്നിട്ട്, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കപ്പെടുകയല്ലെന്നും നിങ്ങളോടുകൂടെ സർവശക്തിയുള്ള ദൈവമുണ്ടെന്നും ഒക്കെ പറഞ്ഞ് അവരെ ഉപദേശിക്കുവാനും അവരെ ശക്തീകരിപ്പാനും ഒക്കെ നിനക്ക് സാധിച്ചിട്ടുണ്ടല്ലോ എന്ന് എലീഫസ് ചോദിക്കുകയാണ്. വീണ്ടും പറയുകയാണ്, വീണ് കിടന്നിരുന്ന ചിലരുടെ അരികത്തേക്ക് നീ കടന്നു ചെന്ന് പറഞ്ഞതായ വാക്കുകൾ അവർക്ക് താങ്ങായും കുഴഞ്ഞതായ മുഴങ്കാലുകൾ നിന്റെ വാക്കുകൾ കൊണ്ട് ഉറപ്പിക്കുകയും ചെയ്ത ധീരനായ മനുഷ്യനല്ലേ നിങ്ങൾ എന്നും എലീഫസ് ചോദിക്കുന്നുണ്ട്. ഈ 2 കാര്യങ്ങളും തന്നോട് കൃത്യമായി ചോദിച്ചിട്ട് തന്നോട് ചോദിക്കുകയാണ്, ഇപ്പോൾ നിന്റെ ജീവിതത്തിനകത്ത് ഈ സാഹചര്യങ്ങളൊക്കെ കടന്നു വന്നപ്പോൾ മറ്റുള്ളവരെ ഉപദേശിച്ച് ശക്തീകരിച്ച് താങ്ങി ഉറപ്പിച്ചു നിർത്തിയ നിനക്ക് സ്വയം നിലനിൽക്കുവാൻ കഴിയാത്ത തലത്തിൽ നീ തളർന്നു പോകുന്നുവല്ലോ എന്ന് തന്നെ നോക്കിക്കൊണ്ട് ചോദിക്കുന്ന വാക്കുകളാണ്. പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിനകത്ത് മറ്റുള്ളവർക്ക് കരുത്തു നൽകുവാനും മറ്റുള്ളവരെ ഉപദേശിക്കുവാനും മറ്റുള്ളവരെ ശക്തീകരിപ്പാനും മറ്റുള്ളവരെ ബലത്തോടെ നിർത്തുവാനുമൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ടാവാം. പക്ഷെ നമ്മുടെ ജീവിതത്തിനകത്ത് പലപ്പോഴും കടന്നു വരുന്നതായ പ്രതിസന്ധികളുടെ മുമ്പിൽ നാം സ്വയം ശക്തീകരിപ്പാൻ കഴിയാത്തവരായിത്തീരുന്നു എങ്കിൽ അതും നമ്മുടെ പരാജയത്തിന് കാരണമായി തീരുമെന്ന് നിങ്ങൾ ഗ്രഹിക്കേണ്ടതുണ്ട് എന്നൊരു ചിന്തയാണ് ഈ വചനത്തിൽ നമുക്ക് നൽകപ്പെടുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒന്ന്, നാം സ്വയം നമ്മെ തന്നെ ശക്തീകരിക്കുന്നവരും, 2, നാം മറ്റുള്ളവരെ ശക്തീകരിക്കുന്നവരുമായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആയതുകൊണ്ട്
നമുക്ക് സ്വയം ശക്തീകരിക്കപ്പെടേണ്ടതിന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്യാം. അതിന് ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. കരുണയുള്ള ദൈവമേ, പ്രതിസന്ധികളുടെ നടുവിൽ മറ്റുള്ളവരെ ശക്തീകരിച്ച ഞങ്ങൾ സ്വന്തം ജീവിതത്തിനകത്ത് പ്രതികൂലങ്ങളും നഷ്ടങ്ങളും വേദനകളും അപമാനങ്ങളും രോഗങ്ങളും കടന്നു വരുമ്പോൾ തളർന്നു പോകുന്നവരായിട്ടല്ല, ഞങ്ങളിൽ തന്നെ ആത്മവിശ്വാസമുള്ളവരെ, ആത്മധൈര്യമുള്ളവരായി മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.